സെക്കൻഡ് എപ്പിസോഡ് തുടങ്ങുമ്പോൾ രണ്ട് കുട്ടികൾ കളിക്കുകയായിരുന്നു. ഒരാളുടെ കാലിൽ ട്രാഫിക് കോണൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രാഫിക് കോണിട്ട് മറ്റേ ആൾ തല്ലുന്നു. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ബാക്കിയുള്ള അവരുടെ ഫ്രണ്ട്സും നിൽക്കുന്നു. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഓടി വരുന്നത് അവർ കാണുകയാണ്. അവരുടെ പിറകെ സോംബീസിനെ പോലെ ആയിട്ടുള്ള ബാക്കി കുട്ടികളും ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ അവിടെ കളിച്ചുകൊണ്ടിരുന്ന എല്ലാ കുട്ടികളും ഓടി രക്ഷപ്പെടുന്നു. പക്ഷേ കാലിൽ ട്രാഫിക് കോണൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അയാൾ ഏറ്റവും പിന്നിലായി പോകുകയും ചെയ്യുന്നു. ഒരുപാട് സ്റ്റുഡൻസ് എല്ലാം പലരെയും കോൾ ചെയ്തിട്ട് സോംബി ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും പ്രിൻസിപ്പളിനെ കോൾ ചെയ്ത് ഇതെല്ലാം സത്യമാണോ എന്ന് അന്വേഷിക്കുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്നൊക്കെ പ്രിൻസിപ്പൾ അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. വെളിയിലുള്ള ആരും തന്നെ അറിയാതെ നമ്മൾ തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കണമെന്നായിരുന്നു പ്രിൻസിപ്പൾ എല്ലാവരോടുമായിട്ട് നിർദ്ദേശിച്ചത്. എല്ലാ കുട്ടികളെയും തിരിച്ച് ക്ലാസ്സിൽ തന്നെ കയറ്റിയിരുത്തണമെന്നൊക്കെ പ്രിൻസിപ്പൾ ടീച്ചേഴ്സിനോട് പറയുകയും ചെയ്യുന്നു. കുട്ടികൾക്ക് വേണ്ടി ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു എമർജൻസി അനൗൺസ്മെൻ്റ് എങ്കിലും നടത്തണമെന്നൊക്കെ പറഞ്ഞ് മിസ് പാർക്ക് ഓഫീസ് റൂമിൽ നിന്നും പോകുന്നു. ട്രാഫിക് കോണൊക്കെ കാലിലുണ്ടായിരുന്ന ആ ഒരു കുട്ടി സ്കൂളിലേക്ക് കയറി വരുന്നു. ആ കുട്ടി പൂർണ്ണമായും ഒരു സോംബിയായി മാറിയിട്ടുണ്ടായിരുന്നു. ഒരാൾ ആ കുട്ടിയുടെ അടുത്തേക്ക് വരുമ്പോൾ ആ കുട്ടി അയാളെ കടിക്കുകയൊക്കെ ചെയ്യുന്നു. നീ എന്താണ് ഈ ചെയ്യുന്നത്, അയാളെ വെറുതെ വിട എന്നൊക്കെ മിസ് പാർക്ക് ആ കുട്ടിയോട് പറയുമ്പോഴത്തേക്കും പൂർണ്ണമായും സോംബിയായി മാറിയ ആ കുട്ടിയുടെ മുഖം കാണുമ്പോൾ തന്നെ മിസ് പാർക്ക് ഭയപ്പെട്ടു പോകുന്നു. ആ കുട്ടി മിസ് പാർക്കിനെയും അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും എങ്ങനെയൊക്കെയോ മിസ് പാർക്ക് അവിടെ നിന്നും രക്ഷപ്പെട്ടോടുന്നു. അതേസമയം ഫുഡ് കോർട്ടിലുണ്ടായിരുന്ന സോംബിയായി മാറിയിട്ടുള്ള ആളുകൾ മറ്റുള്ള ആളുകളെയൊക്കെ ആക്രമിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡ് തീരാറായപ്പോഴത്തേക്കും ഓഞ്ചോനെ ഒരാൾ അറ്റാക്ക് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ജോങ്സൺ അയാളെ പിടിച്ചു മാറ്റുന്നു. അറ്റാക്കിനിരയായ ഒരു കുട്ടീനെ രക്ഷിച്ചുകൊണ്ട് ഓഞ്ചും ജോങ്സനും നടന്നു പോകുന്ന സമയത്ത് ആ കുട്ടിയും സോംബിയായി മാറുന്ന കാഴ്ചയായിരുന്നു ജോങ്സൺ കണ്ടത്. അങ്ങനെ ആ കുട്ടിയും ഓഞ്ചോനെ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും ജോങ്സൺ വീണ്ടും ഓഞ്ചോനെ രക്ഷിക്കുന്നു. ഈ ഒരു ഫുഡ് കോർട്ടിൽ തന്നെ ആയിരുന്നു ഗ്വീനാമും ഉണ്ടായിരുന്നത്. ഗ്വീനാമിനെ ഒരു സോംബി അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും ആ സോംബിനെ ഗ്വീനാം കൊല്ലുന്നു. അങ്ങനെ സോംബിനെ കൊല്ലുന്നതാണ് രക്ഷപ്പെടുവാനുള്ള ഏക മാർഗമെന്ന് ഗ്വീനാം മനസ്സിലാക്കുന്നു. ഫുഡ് കോർട്ടിന് വെളിയിലേക്കായിട്ടുണ്ടായിരുന്ന ഒരു ജനൽ വഴി എല്ലാവരും തന്നെ രക്ഷപ്പെടുവാനായി നോക്കുന്നു. ആ കൂടത്തിൽ ഓഞ്ചോനെ കൂടി ജോങ്സൺ കയറ്റിവിടുന്നു. പിന്നീട് ജോങ്സൺ നോക്കുമ്പോൾ ആ ഒരു ഫുഡ് കോർട്ട് മുഴുവൻ സോംബികളാൽ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു കണ്ടത്. ഫുഡ് കോർട്ടിൻ്റെ അടുത്തായിട്ടുണ്ടായിരുന്ന ക്യാൻറ്റീനകത്തേക്ക് ഗ്വീനാം കയറിപ്പോകുന്നു. അവിടെ ഗ്രില്ലൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സോംബികൾ അകത്തേക്ക് കടക്കുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന മേശയുടെ അടിയിലേക്ക് ഗ്വീനാം ഓടിക്കേറി കഴിയുമ്പോഴത്തേക്കും അവിടെ മറ്റൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നു. ഓഞ്ചും ജോങ്സനും ജനൽ വഴി വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ സ്കൂളിൻ്റെ 2ാം നിലയിലേക്ക് വലിഞ്ഞു കയറുന്നു. പക്ഷേ സ്കൂളിനകത്ത് ചെല്ലുമ്പോൾ എല്ലായിടത്തും തന്നെ സോംബീസ് അറ്റാക്ക് ചെയ്യുകയായിരുന്നു. ജിയോങ്സനെ അറ്റാക്ക് ചെയ്യാനായിട്ട് കുറേ സോംബികളൊക്കെ എത്തുമ്പോഴത്തേക്കും ഫയർ എക്സ്റ്റിങ്ക്യൂഷർ വെച്ചിട്ട് അവരെ എല്ലാവരെയും ഓഞ്ചു അവിടെ നിന്നും ഓടിക്കുന്നു. സ്യൂഹുക്കും നമ്രയും കൂടി ഓടി വരുമ്പോഴത്തേക്കും ഒരാൾ ഏണിയുടെയൊക്കെ മുകളിൽ കയറിയിരിക്കുന്നത് കാണുന്നു. പക്ഷെ അയാളെ കുറേ സോംബികൾ ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഓഞ്ചുൻ്റെ ക്ലാസ്സിലും കുറേ കുട്ടികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ജിയോങ്സൺ ഓഞ്ചുവിനെ കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം വാതിൽ തുറക്കാനൊക്കെ പറഞ്ഞ് വാതിലിട്ട് കൊട്ടുമ്പോൾ വാതിൽ തുറക്കരുതെന്നൊക്കെ പറഞ്ഞ് നിയോൺ ബഹളം വയ്ക്കുന്നു. പക്ഷേ ഗിങ്സു വാതിൽ തുറന്ന് അവരെ രണ്ടുപേരെയും അകത്തേക്ക് വിളിക്കുന്നു. ആ റൂമിൽ ഓഞ്ചോയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഇസാക്കും ഉണ്ടായിരുന്നു. പിന്നീട് അവരുടെ കൂട്ടത്തിലേക്ക് ഡൈസു കൂടി വരുന്നു. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഡൈസു ചോദിക്കുമ്പോഴത്തേക്കും ട്രെയിൻ ടു ബുസാൻ എന്നായിരുന്നു ജിയോങ്സൺ മറുപടി പറഞ്ഞത്. അതിൽ നിങ്ങൾ സോംബീസിനെ കണ്ടിട്ടില്ലേ, അതിലെ സോംബീസിനെ പോലെയാണ് ഇവിടെയുള്ളവർ പെരുമാറുന്നതെന്നും ജിയോങ്സൺ പറയുന്നു. അവർ ജനൽ തുറക്കുമ്പോഴത്തേക്കും ഏണി വഴി സുഹുക്കും നാമ്രയും അകത്തേക്ക് കയറി വരികയാണ്. ഇവിടെ മുഴുവൻ സോംബീസ് ആണ് എന്ന് സ്യൂഹുക്കും പറയുന്നു. ഹ്യുൻജുവിനെ ഓഞ്ചുയുടെ അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് ആക്കുന്നു. ലീനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ റിസർച്ചർ ആയിരുന്നു ലീ. അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് സ്കൂൾ ടീച്ചർ എന്ന സ്ഥാനത്തിലേക്ക് ലീ എത്തിയത്. എന്തിനാണ് നീ ആ കുട്ടീനെ തട്ടിക്കൊണ്ടു പോകുവാനായി ശ്രമിച്ചതെന്നൊക്കെ പോലീസ് ലീയോട് ചോദിക്കുന്നു. എൻ്റെ മകൻ നിന്റെ മകനെ ആക്രമിച്ചിട്ടുണ്ടെന്നൊക്കെ നീ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. യഥാർത്ഥത്തിൽ നിന്റെ മകനെ തട്ടിക്കൊണ്ടു പോയതും നീ തന്നെ ആയിരുന്നില്ലേ? അതിനുശേഷം നിന്നെ ആരും സംശയിക്കാതിരിക്കുവാൻ വേണ്ടിയല്ലേ നീ തന്നെ പരാതിയെല്ലാം നൽകിയതെന്നും പോലീസ് ചോദിക്കുന്നു. നിന്റെ മകൻ ഇപ്പോൾ എവിടെയാണെന്നും പോലീസ് ചോദിക്കുകയാണ്. ലീ ലാപ്ടോപ്പിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ മകൻ മരിച്ചു എന്ന് ലീ അതിൽ പറയുന്നു. പിന്നീട് കുറേ അധികം സീൻസ് കാണിക്കുകയും ലീ ഒരു കാര്യം പറയുകയും ചെയ്യുന്നു. ഞാനൊരു പൂച്ചേനെ എലികളുടെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ എലികളും പേടിച്ച് ഒരു ദിശയിലേക്ക് മാറിയിരുന്നു. പക്ഷെ ഒരെലി മാത്രം തൻ്റെ ഭയത്തെയെല്ലാം അതിജീവിച്ച് ആ പൂച്ചേനെ അറ്റാക്ക് ചെയ്തു.
ടെസ്റ്റോസ്റ്റിറോണിന്റെ ലെവൽ കൂടുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഭയം കാരണം ആരെയും നേരിടുവാൻ സാധിക്കാത്ത എലികളെ വെച്ച് ഞാനൊരു പരീക്ഷണം നടത്തിയെന്നും ലീ പറയുന്നു. പിന്നീട് ജിൻസുവിൻ്റെ ശരീരത്തിലേക്ക് ലീ അത് ഇൻജെക്റ്റ് ചെയ്തതും ജിൻസു ഒരു സോംബി പോലെ ആകുന്നതും കാണിക്കുന്നു. ജിൻസു തൻ്റെ അമ്മേനെ കടിച്ചിട്ട് അമ്മേനെ സോംബിയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇവരെ രണ്ടുപേരെയും ചങ്ങലക്കിട്ട രീതിയിൽ ലീയുടെ റൂമിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ഇത്രയും ഫ്ലാഷ് ബാക്ക് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നു കൊണ്ട് ലീ ഓർക്കുന്നു. നീ നിന്റെ മകനെ കൊന്നതല്ലേ എന്ന് പോലീസ് ലീയോട് ചോദിക്കുന്നു. ഹോസ്പിറ്റലിലുണ്ടായിരുന്ന ഹ്യുൻജു സോംബിയായി മാറുകയും അവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. സ്കൂളിലുണ്ടായിരുന്ന അമ്പെയ്ത്തിൻ്റെ ടീം ഒരു മത്സരമൊക്കെ കഴിഞ്ഞു വരികയായിരുന്നു. കോച്ച് ഹാരി ഒട്ടും തന്നെ നന്നായി ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ഹാരിനെ ഒരുപാട് കളിയാക്കുന്നു. അങ്ങനെ അവർ തിരിച്ച് സ്കൂളിലെത്തുമ്പോഴത്തേക്കും സ്കൂളിലുള്ള ആളുകൾക്ക് എന്തൊക്കെയോ സംഭവിച്ചിരിക്കുകയാണ് എന്ന കാര്യം മനസ്സിലാക്കുന്നു. ക്ലാസ്സിലെ എല്ലാവരുടെയും ഫോൺ മിസ് പാർക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിലും ഒരാളുടെ ഫോൺ അവർക്ക് ലഭിക്കുകയാണ്. ജിയോങ് സാൻ ആ ഫോൺ ഉപയോഗിച്ച് പോലീസിനെ കോൾ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ സോംബി ഉണ്ട് എന്നൊക്കെ പറയുന്നു. ഞങ്ങളെ എത്രയും വേഗം രക്ഷിക്കണമെന്നും അറിയിക്കുന്നു. പക്ഷേ ആ പോലീസ് അത് പറ്റിക്കാൻ വേണ്ടി ഏതോ കുട്ടികൾ വിളിച്ച് പറയുന്നതാണെന്നൊക്കെ വിചാരിക്കുന്നു. പിന്നീട് സോംബിയുടെ പേരും പറഞ്ഞിട്ട് എനിക്കും ഒരു കോൾ ആ സ്കൂളിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നുവെന്ന് മറ്റൊരു പോലീസ് കൂടി പറയുകയാണ്. പിന്നീട് സോംബിയുടെ പേരും പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്നും ഒരു കോൾ കൂടി വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു പക്ഷേ സോംബിയെക്കുറിച്ച് ഇവർ പറയുന്നതെല്ലാം സത്യമായിരിക്കാമെന്ന് പോലീസും വിചാരിക്കുന്നു. പോലീസിനെ ഒന്നും കാണാതാകുമ്പോഴത്തേക്കും ഓൻചോ ഫയർഫോഴ്സിനെ കോൾ ചെയ്യുന്നു. ഓൻചോ എനിക്ക് എൻ്റെ അച്ഛനോട് സംസാരിക്കണമെന്നൊക്കെ അവരോട് പറയുമ്പോൾ അവർ അതിന് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ പഠിക്കുന്ന സ്കൂളിൽ വലിയൊരു തീപിടുത്തമുണ്ടായിരിക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കുവാൻ ഇവിടെ എത്തണമെന്ന് ഫയർഫോഴ്സിനോട് ഓൻചോ പറയുന്നു. പിന്നീട് ഓൻചോയുടെ അച്ഛനടങ്ങുന്ന ഫയർഫോഴ്സിലെ ബാക്കിയുള്ള ആളുകൾ എല്ലാവരും ചേർന്ന് വണ്ടിയെല്ലാം എടുക്കുന്നു. നീ ഞങ്ങളുടെ ക്ലാസ് ലീഡറല്ലേ, നീ ഇവിടെ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നയോൺ നമ്രയോട് പറയുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ നമ്രയ്ക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന കാര്യം ബാക്കി എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും നയോൺ അതൊന്നും അംഗീകരിക്കുന്നില്ല. നിങ്ങൾ ഈ വഴക്കൊക്കെ നിർത്തുവാൻ ഗ്യോങ്സു പറയുമ്പോഴത്തേക്കും നയോൺ ഗ്യോങ്സുവിനോട് ദേഷ്യപ്പെടുന്നു. ഗ്യോങ്സുവിന് അധികം പണമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നയോണിന് പണ്ട് മുതലേ ഗ്യോങ്സുവിനെ ഇഷ്ടമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കോച്ച് കാങ് അവരുടെ ക്ലാസ്സിലേക്ക് കയറി വരുന്നു. സോംബീസ് ക്ലാസ്സിനകത്തേക്ക് കയറാതിരിക്കുവാനായി ഡെസ്കൊക്കെ വെച്ച് ഡോർസ് ബ്ലോക്ക് ചെയ്യണമെന്നൊക്കെ കാങ് പറയുകയും ചെയ്യുന്നു. എല്ലാവരും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കാങ്ങിൻ്റെ കയ്യിൽ സോംബി കടിച്ച പാടൊക്കെ ഉണ്ട് എന്ന് ഇസാക്ക് ഓൻചുവിനെ കാണിക്കുന്നത്. ഓൻചു കാങ്ങിനോടത് പറയുകയും കാങ്ങിനോട് ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോകുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കോച്ച് പോകാതെ നിൽക്കുമ്പോഴത്തേക്കും കോച്ചിൻ്റെ മൂക്കിൽ നിന്നും ബ്ലഡൊക്കെ വരുന്നു. സോംബി ആകുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ഈ മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നതാണ്. പിന്നീട് കാങ് സോംബിനെ പോലെയായി മാറുകയും മിൻജിയുടെ ചുണ്ടിൽ കടിക്കുകയും ചെയ്യുന്നു. മിൻജിനെയും കാങ്ങിനെയും എത്രയും വേഗം റൂമിന് വെളിയിലേക്ക് ആക്കണമെന്നൊക്കെ പറഞ്ഞ് വാതിലിനോട് ചാരി വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ മേശകളും നയോണും എടുത്തു മാറ്റുന്നു. നയോണിൻ്റെ അടുത്തേക്ക് മിൻജി ഓടി വരുമ്പോൾ മിൻജിനെ നയോൺ ചവിട്ടുകയും ചെയ്യുന്നു. കാങ്ങിനെ ചോങ്സാനും ഗ്യോങ്സുവും കൂടി പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു. അവർ അയാളെ തള്ളിയിടുന്നു. മിൻജിനെ പിടിച്ചു വെച്ചിരുന്ന ഡൈസു മിൻജിനെയും തള്ളിയിടുന്നു. പിന്നീട് അവർ എണീറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഇവരെല്ലാവരും ചേർന്ന് റൂമിന് വെളിയിൽ കടക്കുന്നു. അവരങ്ങനെ ഓടി വരുന്ന സമയത്ത് ഒരുപാട് സോംബീസൊക്കെ അവരെ അറ്റാക്ക് ചെയ്യാനായി വരുന്നു. അങ്ങനെ വരുന്ന സോംബീസിനെയൊക്കെ സിഹുക്ക് അടിച്ചിടുന്നു. പിന്നീട് സോംബീസിനെ തിരിച്ചറ്റാക്ക് ചെയ്യുവാനായിട്ട് അവർ ജനലിൻ്റെ വാതിലുകളൊക്കെ എടുക്കുന്നു. പിന്നീടാണ് ഈ വാതിലുകളൊക്കെ വെച്ചിട്ട് സോംബീസിനെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കുമെന്ന കാര്യം ഇവർക്ക് മനസ്സിലായത്. അങ്ങനെ ജനലുകളും വാതിലുകളും വെച്ചിട്ട് അവർ സോംബീസിനെ തടഞ്ഞു നിർത്തുന്നു. സോംബീസിനെല്ലാം തള്ളിയിട്ടതിന് ശേഷം വീണ്ടും സോംബീസ് അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും സിഹുക്ക് അതിനിടയിൽ ഇടപെടുന്നു. നിങ്ങളെല്ലാവരും റൂമിലേക്ക് പോയിക്കോ, ഞാൻ ഉടനെ തന്നെ എത്തിയേക്കാമെന്നൊക്കെ സിഹുക്ക് ജിയോങ്സാനോട് പറയുകയും ചെയ്യുന്നു. രണ്ട് സൈഡിലും സോംബികളെ തടഞ്ഞുകൊണ്ട് ആളുകൾ നിൽക്കുന്ന സമയത്ത് ഒരു ഡോറിന് മുമ്പിലെത്തി അത് തുറക്കുവാൻ സാധിക്കാതെ നിയോൺ നിൽക്കുന്നു. അവിടെ ഫയർ ഹോഴ്സിൻ്റെ പൈപ്പ് വെച്ചിട്ടുള്ളത് ഓഞ്ചു കാണുകയും അതെടുത്തുകൊണ്ട് വന്ന് ലോക്കെല്ലാം തല്ലി പൊട്ടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ ഇസാക്കിൻ്റെ കാലിൽ കടിക്കുന്നു. എല്ലാവരും വേഗം തന്നെ റൂമിനകത്ത് കയറി വാതിലൊക്കെ അടയ്ക്കുന്നു. അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ഫോൺ ക്ലാസ്സിലേക്ക് കയറുന്നതിനിടയ്ക്ക് ഓഞ്ചുൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അവർ കയറിയിട്ടുണ്ടായിരുന്ന ക്ലാസ്സിൻ്റെ ജനലുകളൊക്കെ തകർന്നിരിക്കുകയായിരുന്നു. ആ ജനലുകളിലൂടെ സോംബീസ് അകത്തേക്ക് കയറുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ക്ലാസ്സിലുണ്ടായിരുന്ന സ്റ്റുഡൻസ് എല്ലാവരും ചേർന്ന് സോംബീസിനെ തല്ലി ഓടിക്കുന്നു. സോംബീസ് അകത്തേക്ക് കയറാതിരിക്കുവാൻ വേണ്ടി മേശയും കസേരയുമൊക്കെ എടുത്തുകൊണ്ട് ജനലുകൾ അവർ മൂടുന്നു.
എനിക്കിപ്പോൾ ആ ഫോൺ വേണമെന്നൊക്കെ നിയോൺ ഓഞ്ചുവിനോട് പറയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നും ഫോൺ നഷ്ടപ്പെട്ടു പോയി എന്ന് ഓഞ്ചുവും പറയുന്നു. ആ ഒരു കാരണം കൊണ്ട് നിയോൺ ഓഞ്ചുവിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു. സോംബീസ് നമ്മളെ അറ്റാക്ക് ചെയ്തിരിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ജനലൊക്കെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ വഴക്കടിക്കുക അല്ല എന്നൊക്കെ നിയോണിനോട് ജോങ്സു പറയുന്നു. നമ്മൾ നേരത്തെ നിന്നിരുന്ന റൂമിൽ സേഫ് ആയിരുന്നു, പക്ഷേ നീ കാരണമാണ് കോച്ചകത്തേക്ക് കയറി വന്നതെന്നൊക്കെ പറഞ്ഞ് ഗ്യോങ്സുവിനെയും നിയോൺ കുറ്റപ്പെടുത്തുന്നു. സുഹുക്കിനെ കണ്ടില്ലല്ലോ, അവൻ എവിടെയാണെന്നൊക്കെ ഓഞ്ചു ചോദിക്കുമ്പോഴത്തേക്കും അവൻ എൻ്റെ പിറകിലായിരുന്നു, എവിടേക്കാണ് പോയതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ചോങ്സാനും പറയുന്നു. നമ്മൾ ഒഴികെയുള്ള എല്ലാവരും തന്നെ സോംബീസായി മാറിയെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് റൂഫ് ടോപ്പിൽ നിന്നുകൊണ്ട് ചോൾസു പറയുന്നു. എന്തായാലും ഇത് നരകം തന്നെയാണ്, ഇവിടെയുള്ള എല്ലാവരും മരിക്കണമെന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് ഉഞ്ചിയും പറയുന്നു. കിച്ചണിലുണ്ടായിരുന്ന ഗ്വീനാമിൻ്റെ അടുത്ത് നിന്നിരുന്ന ഒരു സ്ത്രീ പേടിച്ച് നിലവിളിക്കുന്ന സമയത്ത് ആ ഒരു സൗണ്ടൊക്കെ കേട്ടുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് സോംബി എത്തുന്നു. സോംബി എന്തായാലും അറ്റാക്ക് ചെയ്യുമെന്ന് മനസ്സിലാക്കുന്ന ഗ്വീനാം അവളെ സോംബിയുടെ അടുത്തേക്ക് തള്ളിവിടുന്നു. അവരുടെ മുമ്പിൽ വെച്ച് തന്നെ സോംബീസ് അവളെ കൊല്ലുന്നു. സോംബീസിൻ്റെ അടുത്ത് നിന്നും രക്ഷപ്പെട്ട് ബാത്റൂമിൽ ഒരു ടീം ഒളിച്ചിരിപ്പുണ്ട്. മീജിൻ ഒരു ബാത്റൂമിലും സങ്ങുൻ ലിമും മറ്റൊരു ബാത്റൂമിലുമായിരുന്നു. എനിക്ക് മൊത്തത്തിൽ ഒരു വയ്യാഴികയൊക്കെ തോന്നുകയാണ് എന്ന് ലിം സങ്ങിനോട് പറയുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ ലിമ്മിനെ സോംബി അറ്റാക്ക് ചെയ്തതാകുവാൻ സാധ്യതയുണ്ട് എന്ന് മീജിനു തോന്നുകയാണ്. ഉടനെ തന്നെ മീജിൻ സങ്ങിനോട് ബാത്റൂം തുറക്കാനൊക്കെ പറയുന്നു. സങ് ബാത്റൂമൊക്കെ തുറക്കുമ്പോൾ സങ്ങിനെ വെളിയിലേക്ക് തള്ളിയിട്ടതിന് ശേഷം മീജിൻ അകത്തേക്ക് കയറി നോക്കുന്നു. അപ്പോഴാണ് ലിമ്മിൻ്റെ ശരീരത്ത് സോംബി കടിച്ച പാട് ഇരിക്കുന്നതെല്ലാം മീജിൻ കാണുന്നത്. ലിമ്മിനെ ബാത്റൂമിനകത്തിട്ട് ലോക്ക് ചെയ്തതിന് ശേഷം മീജിൻ പറയുകയാണ്, ഇപ്പോൾ നീയും അവരുടെ കൂട്ടത്തിലെ ഒരാളാണെന്ന്. അത് പറഞ്ഞ് കഴിയുമ്പോൾ തന്നെ ലിമ്മിൻ്റെ മൂക്കിൽ നിന്നും ബ്ലഡൊക്കെ വരുന്നു. നമ്മളിപ്പോൾ ലിമ്മിനെ കൊല്ലണം, ഇല്ലെങ്കിൽ ലിം നമ്മളെ കൊല്ലുമെന്നൊക്കെ മീജിൻ സങ്ങിനോട് പറയുന്നു. മീജിൻ തുടയ്ക്കുന്ന ഒരു കമ്പൊക്കെ എടുത്തിട്ട് അതോടിച്ച് തൻ്റെ ആയുധമാക്കുന്നു. അതിനുശേഷം മീജിൻ സങ്ങിനോട് മാറുവാൻ പറയുന്നു. സങ് വാതിൽക്കൽ നിന്ന് മാറി കഴിയുമ്പോഴത്തേക്കും പൂർണ്ണമായും സോംബിയായി മാറിയിട്ടുള്ള ലിം വാതിലിന് വെളിയിലേക്ക് വരുന്നു. അതേസമയം മീജിൻ കയ്യിലുണ്ടായിരുന്ന വടിവെച്ച് ലിമിൻ്റെ വായിലൂടെ കുത്തിയിറക്കുന്നു. പക്ഷെ അങ്ങനെ കുത്തുന്നത് കൊണ്ടൊന്നും ലിം മരിക്കുന്നുണ്ടായിരുന്നില്ല. അവരിനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുമ്പോഴത്തേക്കുമായിരുന്നു ഹാരി തൻ്റെ കയ്യിലുണ്ടായിരുന്ന അമ്പ് ലിമ്മിന് നേരെ എയ്യുന്നത്. ഇവിടം തൊട്ട് ബാത്റൂം ടീമും അമ്പെയ്ത്ത് ടീമും കൂടി ഒന്നിക്കുന്നു. മിസ് പാർക്ക് റെക്കോർഡിംഗ് റൂമിൽ എത്തിയതിനു ശേഷം ഭയത്തോടു കൂടി തന്നെ ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തുന്നു. നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെയുള്ള കുട്ടികൾ തന്നെ ബാക്കിയുള്ള കുട്ടികളെ കൊല്ലുവാൻ ശ്രമിക്കുന്നു. കുട്ടികൾ എല്ലാവരും തന്നെ സേഫായിട്ട് ഒരു സ്ഥലത്തിരിക്കുക. ആരുടെയൊക്കെ കയ്യിലാണോ ഫോണുള്ളത് അവരെല്ലാവരും തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കണം. നിങ്ങൾക്ക് ഈ സ്കൂളിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിപ്പോകുവാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടണമെന്നും പാക്ക് പറയുന്നു. എനിക്ക് നിങ്ങളെ സഹായിക്കുവാൻ സാധിക്കുകയില്ല, നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്നും പാർക്ക് പറയുന്നു. ഓഞ്ചുവിന് സുഹ്യുക്കിനെ ഇഷ്ടമാണ്. സുഹ്യുക്ക് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. നീ അവളെ ഒന്ന് സമാധാനപ്പെടുത്തണമെന്നൊക്കെ ചോങ്സനോട് ഇസാക്ക് പറയുന്നു. പക്ഷെ സമാധാനപ്പെടുത്തുവാനൊന്നും ചോങ്സൻ തയ്യാറാകുന്നില്ല. തനിച്ചു നിന്നിരുന്ന ഓഞ്ചുവിൻ്റെ അടുത്തേക്ക് ഇസാക്ക് വന്നതിന് ശേഷം സുഹ്യുക്കിന് ഒന്നും തന്നെ സംഭവിക്കുകയില്ല എന്ന് പറയുന്നു. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഓഞ്ചിനോട് പറഞ്ഞതിന് ശേഷം ഓഞ്ചിൻ്റെ കയ്യിൽ ഇസാക്ക് പിടിക്കുന്നു. അപ്പോൾ ഇസാക്കിൻ്റെ കൈ വളരെയധികം തണുത്താണ് ഇരിക്കുന്നതെന്നൊക്കെ ഓഞ്ചു പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഓഞ്ചു ഇസാക്കിനെ നോക്കുന്ന സമയത്ത് ഇസാക്കിൻ്റെ മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നു. ഓഞ്ചു ഡോറൊക്കെ തുറക്കുന്ന സമയത്ത് ഇസാക്ക് സോംബികളെയൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സോംബി ഇസാക്കിൻ്റെ കാലിൽ കടിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇസാക്കിനും ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. ഞാൻ അവരെ പോലെയൊന്നുമല്ലല്ലോ ഇരിക്കുന്നത്, ഞാൻ നിങ്ങളെപ്പോലെ തന്നെ അല്ലേ എന്നൊക്കെ ഇസാക്ക് ഓഞ്ചുവിനോട് ചോദിക്കുമ്പോൾ ഓഞ്ചും അതേന്ന് പറയുന്നു. ഇസാക്ക് കണ്ണാടിയിൽ മുഖം നോക്കി കഴിയുമ്പോഴത്തേക്കും കണ്ണെല്ലാം ചുമന്ന നിറത്തിലായിട്ടുണ്ടായിരുന്നു. ഇസാക്ക് ഓഞ്ചുവിൻ്റെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ ഓഞ്ചു ഇസാക്കിനെ ഹഗ് ചെയ്യുന്നു. നിനക്കൊന്നും തന്നെ സംഭവിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇസാക്കിൻ്റെ അടുത്ത് നിന്നും ഓഞ്ചുവിനെ ചോങ്സൻ മാറ്റുന്നു. ഇസാക്ക് അങ്ങനെ സോംബിയായി കഴിയുമ്പോഴത്തേക്കും ഓഞ്ചുവിനെ അറ്റാക്ക് ചെയ്യുവാനായി ഓഞ്ചുവിൻ്റെ അടുത്തേക്ക് വരുന്നു. വെളിയിൽ നിന്നും സോംബീസ് അകത്തേക്ക് കയറാതിരിക്കുവാനായി ജനലുകളും വാതിലുകളും ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു ബാക്കിയുള്ളവർ. ഓഞ്ചുവിനൊന്നും സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി ചോങ്സൻ ഇസാക്കിനെ തടയുന്നു. ഓഞ്ചോയുടെ അടുത്തേക്ക് ഓടി വരുന്ന ഇസാക്കിനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇസാക്കിനെ തട്ടി മാറ്റുവാനായിട്ട് ചോങ്സൻ ശ്രമിക്കുന്നു. പക്ഷേ അപ്പോൾ ഇസാക്ക് ജനലെല്ലാം തകർത്തുകൊണ്ട് വെളിയിലേക്ക് വീഴുന്നു. ഇസാക്കിൻ്റെ കയ്യിൽ ഓഞ്ചു പിടിച്ചതിന് ശേഷം ഇസാക്കിനെ തിരിച്ചു കയറ്റുവാനായി നോക്കുന്നു. പക്ഷേ ഓഞ്ചുവിൻ്റെ കയ്യിൽ നിന്നും ഇസാക്കിൻ്റെ കൈ വിടിയിപ്പിക്കുവാനായി ആയിരുന്നു ചോങ്സൻ ശ്രമിച്ചത്.
ഇസാക്കിൻ്റെ കൂടെ ചിലവഴിച്ച നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഓഞ്ചു അപ്പോൾ ഓർക്കുന്നു. കയ്യിലുണ്ടായിരുന്ന സ്റ്റൂൾ വെച്ച് ജിയോങ്സൺ ഇസാക്കിൻ്റെ കൈക്ക് തിരിച്ചു കഴിയുമ്പോൾ ഇസാക്കിൻ്റെ കൈ ഓഞ്ചുവിൻ്റെ കയ്യിൽ നിന്നും വേർപെടുകയും താഴേക്ക് ഇസാക്ക് വീഴുകയും ചെയ്യുന്നു. ഇസാക്കിനെ നഷ്ടപ്പെട്ടത് ഓർക്കുമ്പോൾ എല്ലാവരും വളരെയധികം വിഷമിക്കുന്നു. സിഹുക്ക് സോംബീസൊക്കെയുള്ള ഒരു ആർട്ട് റൂമിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. നമുക്ക് അധികം നേരം ഇവിടെ ഇങ്ങനെ നിൽക്കുവാൻ സാധിക്കുകയില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ മറ്റൊരു റൂമിലേക്ക് മാറേണ്ടതായിട്ടുണ്ട് എന്ന് ജിയോങ്സൺ പറയുന്നു. നേരത്തെ ഓഞ്ചു എടുത്തിട്ടുണ്ടായിരുന്ന ഫയർ ഹോസ് പൈപ്പ് ക്ലാസ്സിന് വെളിയിലായിരുന്നു കിടന്നിരുന്നത്. അത് എടുക്കുവാനായി ജിയോങ്സൺ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൈയൊക്കെ വെച്ചിട്ട് ആ ഒരു പൈപ്പ് ജിയോങ്സൺ എടുക്കുന്നു. ഈ പൈപ്പിൽ കെട്ടുകളൊക്കെ ഇട്ടതിന് ശേഷം അതുവഴി നമുക്ക് താഴത്തെ റൂമുകളിലേക്ക് മാറാമെന്ന് ജിയോങ്സൺ പറയുന്നു. കെട്ടുകൾ ഇടുന്ന സമയത്ത് സിക്സാഗ് രീതിയിലൊക്കെ കെട്ടുകൾ ഇടണമെന്ന് ജൂണും പറയുന്നു. ആ പൈപ്പ് താഴേക്കിട്ടതിന് ശേഷം ഓഞ്ചു വിഷമിച്ചിരിക്കുന്നതൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ വന്നോളാമെന്ന് ജിയോങ്സൺ പറയുന്നു. അങ്ങനെ ആദ്യം ആ റോപ്പ് വഴി താഴേക്ക് പോകുന്നത് ക്യൂങ് ആണ്. ഗ്യോങ് നേരെ ചെന്ന് റെക്കോർഡിംഗ് റൂമിൻ്റെ മുമ്പിലെത്തുന്നു. അവിടം കൊണ്ട് ആ പൈപ്പ് അവസാനിക്കുകയും ചെയ്യുന്നു. റെക്കോർഡിംഗ് റൂമിനകത്തുണ്ടായിരുന്ന മിസ് പാർക്ക് ഗ്യോങ്ങിനെ കൂടി അകത്തേക്ക് കയറ്റുന്നു. മിസ് പാർക്ക് ഇവിടെ ഉണ്ട് എന്ന കാര്യം ഗ്യോങ് എല്ലാവരെയും അറിയിക്കുന്നു. പിന്നീട് ഓരോരുത്തരായി റെക്കോർഡിംഗ് റൂമിനകത്ത് കയറുന്നു. നാം പോകുന്നതിന് മുമ്പ് സിഹുക്ക് കാണുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെക്കോർഡിംഗ് റൂമിലേക്ക് പോകുകയാണ് എന്ന ഒരു നോട്ട് കൂടി അവിടെ എഴുതി വയ്ക്കുന്നു. എല്ലാവരും പോയിട്ടും പോകുവാൻ മടിച്ചു നിന്ന ഓഞ്ചുവിനോട് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിന്റെ അച്ഛനെ ഓർത്തെങ്കിലും നീ ഇപ്പോൾ പോകണമെന്നൊക്കെ ജിയോങ്സൺ പറയുന്നു. ഓഞ്ചുവിനെ പറഞ്ഞു മനസ്സിലാക്കി ആ ഒരു പൈപ്പ് വഴി ജിയോങ്സൺ ഇറക്കിവിടുന്നു. സോംബികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ജനൽ വഴി സിഹുക്ക് നടക്കുന്നു. ഓഞ്ചോ റെക്കോർഡിംഗ് റൂമിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വാതിലെല്ലാം തകർത്തുകൊണ്ട് ജിയോങ്സൺ ഉണ്ടായിരുന്ന റൂമിലേക്ക് സോംബീസ് എല്ലാവരും കൂടി കയറി വരുന്നു. അത് കണ്ട് താഴേക്ക് ചാടുവാൻ റെഡിയായി ജിയോങ്സണും ഇരിക്കുന്നു. ഓഞ്ചു ഇറങ്ങിയതിനു ശേഷം ആ പൈപ്പ് വഴി മറ്റാരും തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവർ നോക്കി നിൽക്കുമ്പോൾ മുകളിലത്തെ നിലയിൽ നിന്നും ഒരുപാട് പേർ താഴേക്ക് വീഴുന്നതാണ് കാണുന്നത്. ജിയോങ്സൺ എവിടെയെന്ന ചോദ്യവുമായി എല്ലാവരും ജനലിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു സീനോടുകൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.